കൃഷ്ണേട്ടാ, നിങ്ങൾ ഭാഗ്യത്തിൻ്റെ ആരാണ്? അതായത് എൻ്റെ ഏട്ടൻ്റെ മകളാണ് അവള്. ഏട്ടൻ്റെ മകൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വലിയപ്പനും ചെറിയപ്പൻ്റെ മക്കളൊക്കെയാണ്. ശരിക്കും വലിയപ്പനാണോ ചെറിയപ്പനാണോ? അതായത് ഇപ്പോൾ പങ്കജത്തിൻ്റെ അച്ഛനെ ഞാൻ വലിയച്ചാന്നാണ് വിളിക്കുന്നത്. ഭാഗ്യവതിനെ എന്ത് വിളിക്കണം? ഭാഗ്യവതി മകളായിട്ട് തന്നെ വരുള്ളൂ. മകളായിട്ട് അനിയത്തിയല്ല, മകളായിട്ടല്ലേ വരുള്ളൂ. മകളായിട്ട് വരും. ഈ കുട്ടികൾ മരിച്ച ശേഷം നിങ്ങൾ ആ വീട്ടിൽ പോയിരുന്നു? കുട്ടികൾ മരിക്കണമെന്ന്, വലിയ കുട്ടി മരിക്കണമെന്ന് ഞാനും ഈ വലിയ മധു പറഞ്ഞവനും മറ്റേ ആലാമരത്തിൻ്റെ അവിടെ ഒരു ഗ്യാസ് കമ്പനി കിട്ടുന്നുണ്ട്, അതിൽ പണിക്കായിരുന്നു. അന്ന് കമ്പിയില്ല പറഞ്ഞിട്ട് ഞങ്ങൾ 2 മണിക്ക് അവിടെ നിന്ന് തിരിച്ചു പോന്നു. തിരിച്ചു ഇവിടെ വരുന്ന സമയം 3 മണി. അപ്പോൾ ഇവിടെ അമ്പലത്തിൽ പൈസ കാണാനോ പറഞ്ഞ് അവർ എടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കാൻ വേണ്ടി പോയതാണ് മധു. അവിടെ പോയിട്ട് ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്കും അവൻ ഇവിടെ വരികയും ചെയ്തു. പിന്നെ അതിൻ്റെ ശേഷമാണ് കുട്ടി മരിച്ചു എന്നുള്ള വിവരം. അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ നിങ്ങൾ എന്തൊക്കെ കണ്ടു? കണ്ടത് തന്നെ കണ്ടത് മറ്റേ പോലീസുകാരുടെ മുമ്പിൽ അവർ ആ വനിതാ പോലീസ് ഡ്രസ്സൊക്കെ അഴിച്ചിട്ട് നോക്കുമ്പോൾ 2 പൊള്ളലുണ്ടല്ലോ, കാലിലും പൊള്ളലുണ്ടല്ലോ പറഞ്ഞു. അപ്പോൾ നോക്കണം പറഞ്ഞപ്പോൾ വനിതാ പോലീസ് സമ്മതിച്ചില്ല. അപ്പോൾ SIൻ്റെ അടുത്ത് ചോദിച്ചു, ശരി നോക്കിക്കോളയും പറഞ്ഞു. അങ്ങനെ പോയി നോക്കിയതാണ്. അപ്പോൾ ഇവിടെ മാറിൻ്റെ അവിടെ 2 പൊള്ളൽ, ഒരു വീടി വെച്ചിട്ട് കുത്തിയതോ കമ്പി കൊണ്ട് കുത്തിയ മാതിരി 2 പൊള്ളൽ, തുടയിൽ കമ്പി കൊണ്ട് ചൂട് വെച്ച മാതിരി 2 പാടുകൊണ്ട്. ഈ വീട് വെച്ച് പൊള്ളിച്ചത് പറഞ്ഞല്ലോ, അപ്പം അത് ആ വീട്ടിൽ ഈ വീട് ഭരിക്കുന്നത് ആരൊക്കെയാണ് ഉള്ളത്? അവിടെ താമസിക്കുന്ന 2 പേരും ഭരിക്കും, ശിവവും ഭരിക്കും, സാജിയും ഭരിക്കും. ഈ 2 പേരും വീട് ഭരിക്കുന്ന വ്യക്തികളാണ്. 2 പേരും വീട് ഭരിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ കുട്ടിയുടെ മാറിൽ പൊള്ളിയിരിക്കുന്നത് വീട് വെച്ച് പൊള്ളിച്ചതായിരിക്കും. അങ്ങനെയുള്ള ഇതാ കാണുന്നത്. എല്ലപ്പോൾ നമ്മളിപ്പോൾ നേരിട്ട് കണ്ടതൊന്നുമല്ല. പിന്നെ ചെറിയ കുട്ടി പറഞ്ഞ വാക്കെന്താണ്? ചെറിയ കുട്ടി അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് 2 ഇതിനവിടെ വന്നിട്ട് ഞാനും വലിയ ചേച്ചി മരിച്ചും ഞാനും മരിക്കും പറഞ്ഞിട്ട് ഈ തങ്കമുത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി മരിച്ച പോലെ ഞാനും മരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേച്ചിക്ക് ഉണ്ടായ അനുഭവം അനിയത്തി കണ്ട് മനസ്സിലാക്കിയിട്ട് അതുകൊണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പ്രശ്നം കാണും. ചേച്ചി വളരെ ദുഃഖം അനുഭവിക്കുന്നത് അനിയത്തി കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കൂടപ്പറപ്പായ അനിയത്തി ഇങ്ങനെ പറഞ്ഞത്. അതാണ് ഈ തങ്ക എന്ന ചേച്ചിയോട് പറഞ്ഞത്. തങ്ക പറഞ്ഞത് ആരാണ് നിങ്ങളുടെ? എനിക്ക് അമ്മായിട്ട് വരും. ഇപ്പോൾ തങ്കയുടെ അവസ്ഥ എന്താണ്? ഇപ്പോൾ സംസാരിക്കാനും പിടിക്കാനും പറ്റില്ല, ഒരു തളർന്നു, ഓർമ്മശക്തിയില്ല. ഇപ്പൊ പറഞ്ഞത് പിന്നെ പറയും, പിന്നെ പറയണത് അത് കഴിഞ്ഞിട്ട് പറയും. അപ്പോൾ ഈ അമ്മയോട് ഓർമ്മയുള്ള സമയത്ത് വന്ന് പറഞ്ഞു? ഓർമ്മയുള്ള സമയത്ത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത്. ഈ മകള് ഈ കുട്ടി വന്ന് ഇങ്ങനെ പറഞ്ഞത്. എന്നിട്ടാണ് തങ്ക പറഞ്ഞിട്ടാണ് നിങ്ങളെല്ലാം, ഈ കുടുംബക്കാരായ നിങ്ങളെല്ലാം അറിഞ്ഞത്. ഈ വിഷയമൊക്കെ നിങ്ങൾ പോലീസിനോട് പറഞ്ഞിരുന്നോ? പോലീസിന് അതിന് ശേഷം ഞങ്ങളുടെ അടുത്ത് അന്വേഷിക്കാൻ വന്നിട്ടില്ല. ഇതെല്ലാം നിങ്ങൾ പകൽ പോലെ സത്യമാണ് പറഞ്ഞതും കേട്ടതൊക്കെ സത്യമാണ്. കേട്ടതും ഈ കണ്ടതും സത്യമാണ്. ശരി. പൊള്ളല് ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. പൊള്ളൽ നേരിൽ കണ്ടതാണ്. നേരിട്ട് മരിച്ചു കിടക്കുന്ന സമയത്ത് കണ്ടതാണ്. ശരി.